CJP പ്രതിഷേധത്തിന് പിന്തുണയേറുന്നു. പ്രതിഷേധത്തിന് പിന്തുണയുമായി ദില്ലി ജന്തർ മന്ദിറിൽ ആയിരങ്ങളാണ് ഒഴുകിയെത്തുന്നത്. ഇന്നലെ രാവിലെയാണ് കഴിഞ്ഞ 20 ദിവസമായി നിരാഹാര സമരം നടത്തുകയായിരുന്ന സോനം വാങ്ചുക്കിനെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അതേസമയം SFI നേതാക്കളായ ആദർശ് എം സജി, ഐഷി ഘോഷ്, CJP നേതാവ് അഭിജിത്ത് ദീപ്കെ എന്നിവർ വാങ്ചുക്കിനെ തിരികെ എത്തിക്കുന്നതുവരെ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുകയാണ്. ഇപ്പോൾ ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി വിഷ്ണു കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അവന്തിക. വിഷ്ണു, കഴിഞ്ഞ കുറച്ച് ദിവസമായി ഏകദേശം 20 ദിവസത്തോളം ആകുന്നു ഈ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട്, അതായത് ഈ നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയെ തുടർന്നാണ് ഈ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായത്. സോനം വാങ്ചുക് നിരാഹാര സമരം ഇരിക്കുന്നു. CJP വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകുന്നൊരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ കഴിഞ്ഞ ദിവസം സോനം വാങ്ചുക്കിനെ പോലീസ്, അതായത് സിവിൽ വേഷത്തിലെത്തി, ഡോക്ടർ എന്ന വ്യാജേനെ സിവിൽ വേഷത്തിലെത്തി അദ്ദേഹത്തിനെ ഒരു വെള്ള തുണി കൊണ്ടൊക്കെ മറച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു മുന്നോട്ട് വരുന്നു. ഇപ്പോൾ CJP സ്ഥാപകനായ അഭിജിത്ത് ദീപ്കെ അദ്ദേഹത്തെ പുറത്തെത്തിക്കുന്നത് വരെ നിരാഹാര സമരം അനുഷ്ഠിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് ഇപ്പോൾ SFIയുടെ അടക്കം പിന്തുണയുണ്ട്. നമ്മൾ ഈ 2 ദിവസം മുന്നേ കണ്ടതാണ് ഈ കർഷക സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ, CPM നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ, അങ്ങനെ നിരവധി പേരാണ് ഈ പ്രതിഷേധത്തിന് പിന്തുണയുമായി അങ്ങോട്ടേക്ക് എത്തിയത്. ഇതെല്ലാം ഈ കേന്ദ്ര സർക്കാരിനെ ചൊടിപ്പിച്ചിട്ടില്ലേ? അവന്തിക, തീർച്ചയായിട്ടും എന്തായാലും CJP പ്രതിഷേധത്തെ അടിച്ചമർത്താനുള്ള നീക്കം തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. പ്രത്യേകിച്ച് നാളെ പാർലമെൻറ്റ് തുടങ്ങുകയാണ്. അപ്പോൾ നാളെ തന്നെ CJP പ്രതിഷേധ വേദിയിൽ നിന്ന് വലിയൊരു പ്രതിഷേധ മാർച്ച് പാർലമെൻറ്റിലേക്ക് നടത്തുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചതാണ്. അതിൽ CJP അതോടൊപ്പം തന്നെ മറ്റ് സംഘടനകളൊക്കെ തന്നെ മാർച്ചിൽ പങ്കെടുക്കുമെന്നും അറിയിച്ചിരുന്നു. അപ്പോൾ ആ മാർച്ച് നടക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അതിനു മുന്നേ തന്നെ സമരത്തെ അടിച്ചമർത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം സോനം വാങ്ചുക്കിനെ ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടത്. അത്തരത്തിൽ സോനം വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ആശുപത്രിയിൽ സോനം വാങ്ചുക്കിനെ മാറ്റിയെങ്കിലും അദ്ദേഹത്തെ കാണാൻ ആരെയും അനുവദിക്കാത്തൊരു നിലപാട് കൂടി പോലീസ് സ്വീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ CPM ജനറൽ സെക്രട്ടറി MA ബേബി, ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെയുള്ളവർ സഫ്ദർജംഗ് ആശുപത്രിയിൽ സോനം വാങ്ചുക്കിനെ കാണുന്നതിന് വേണ്ടി എത്തിയിരുന്നു. പക്ഷേ ഇവരെയൊക്കെ തന്നെ സോനം വാങ്ചുക്കുമായി കൂടിക്കാഴ്ച നടത്താൻ അനുവദിക്കാത്ത, അല്ലെങ്കിൽ അതിന് അനുമതി നിഷേധിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. ഇതിനെതിരെയും വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നും സമരത്തിന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. കാരണം ഇന്നലെ സോനം വാങ്ചുക്കിനെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തതിന് തൊട്ടു പിന്നാലെ ഇടത് നേതാക്കളൊക്കെ തന്നെ CJP പ്രതിഷേധ വേദിയിൽ എത്തിയിരുന്നു. CPM ജനറൽ സെക്രട്ടറി MA ബേബി, അതോടൊപ്പം തന്നെ ബൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ CJP പ്രതിഷേധ വേദിയിൽ എത്തിയിരുന്നു. ഇന്നലെ രാത്രി ഏറെ വൈകിയും നിരവധി നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ പ്രതിഷേധത്തിന് കൂടുതൽ പിന്തുണ ഏറുന്നൊരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുമുള്ളത്. അതിൽ തന്നെ ഈ ഒരു സമരം കൂടുതൽ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ സോനം വാങ്ചുക്കിനെ തിരികെ സമരവേദിയിൽ എത്തിക്കുന്നത് വരെ നിരാഹാര സമരം കിടക്കുമെന്നതാണ് അഭിജിത്ത് ദീപ്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അഭിജിത്ത് കഴിഞ്ഞ ദിവസം തന്നെ നിരാഹാര സമരം ആരംഭിച്ചിട്ടുണ്ട്. അതിന് പിന്തുണയുമായി SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ് എം സജി, ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ഐഷി ഘോഷ് എന്നിവരും ഈ ജന്തർ മന്ദിറിലെ സമരവേദിയിൽ നിരാഹാര സമരം ആരംഭിച്ചിട്ടുണ്ട്. അവന്തിക, അതായത് വിഷ്ണു, ഇത് വളരെ ദിവസങ്ങളായി തുടർന്നു വരുന്ന ഒരു പ്രതിഷേധമാണ്. പക്ഷേ ഈ പ്രതിഷേധമൊന്നും കണ്ടില്ല എന്ന മട്ടിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അനുകൂലമായ സമീപനമൊന്നും ഉണ്ടായിട്ടില്ല. ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ പ്രതിഷേധമൊക്കെ ഉടലെടുക്കുന്നത്. ഈ ആയിരക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ നേതാക്കളൊക്കെ ഇതിന് പിന്തുണയുമായി രംഗത്ത് വരുമ്പോൾ ഇത് കേന്ദ്ര സർക്കാരിനെതിരെ ഒരു നീക്കമായി അവർ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനെ ഭയക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. ഈ CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ നമ്മൾ കണ്ടതാണ്. ആദ്യമൊക്കെ ഇവരുടെ അക്കൗണ്ടൊക്കെ ഈ കേന്ദ്ര സർക്കാർ പൂട്ടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായതാണ്.
അവധിക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രതിഷേധത്തെ കേന്ദ്ര സർക്കാർ ഭയക്കുന്നു എന്നതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമരമായിട്ടല്ല, അപ്പോൾ മറിച്ച് ഈ രാജ്യത്തെ യുവാക്കളുടെ ഒരു സമരമായിട്ടാണ് CJP പ്രതിഷേധം ആരംഭിച്ചത്. അതിന് ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ പിന്തുണ അതിന് ലഭിക്കുന്നുണ്ട്. രാജ്യത്തെ കൂടുതൽ യുവാക്കളൊക്കെ തന്നെ പുതുതലമുറയൊക്കെ തന്നെ സമരവേദിയിലേക്ക് എത്തുന്നു. അപ്പോൾ അത്തരത്തിൽ സമരം ശക്തിപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇതിനെ അടിച്ചമർത്താനുള്ള നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാളെ പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം ആരംഭിക്കുകയാണ്. അപ്പോൾ വർഷകാല സമ്മേളനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ എന്തായാലും ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള CJP പ്രതിഷേധം, സോനം വാങ്ചുക്കിൻ്റെ നിരാഹാര സമരമൊക്കെ തന്നെ പാർലമെൻറ്റിൽ അതിശക്തമായി ഉയർന്നു വരുമെന്നതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വർഷകാല സമ്മേളനത്തിന് മുന്നേ സമരത്തെ അടിച്ചമർത്തുക എന്നൊരു നീക്കം തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാളെ പാർലമെൻറ്റ് മാർച്ച് CJP പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മാർച്ച് തടയുക എന്നൊരു ലക്ഷ്യം കൂടി ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ജന്തർ മന്ദർ ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ തന്നെ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ അതിശക്തമാക്കുന്ന സമീപനം കൂടി, അല്ലെങ്കിൽ അത്തരമൊരു നിലപാട് കൂടി പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. ഇനി നാളെ ഒരുപക്ഷെ ഇവർ മാർച്ച് നടത്തുകയാണെങ്കിൽ ഇവരെ ജന്തർ മന്ദറിന് പുറത്തേക്ക് വിടാൻ തയ്യാറാകാത്തൊരു നിലപാട് തന്നെയായിരിക്കും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുക. എന്തായാലും അത്തരത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെയാണ് CJPയുടെ തീരുമാനം. അതിന് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് CPIM ഉൾപ്പെടെ ഇടത് രാഷ്ട്രീയ പാർട്ടികളടക്കം വലിയ പിന്തുണയും നൽകുന്നുണ്ട്. അവന്തിക, അതായത് വിഷ്ണു, ഈ പ്രതിഷേധമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഈ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇവർക്കൊരു പിന്തുണയുമായും ആരും രംഗത്തെത്തിയതായി നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഈ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ആദ്യമായിട്ട് ഈ CJP പ്രതിഷേധത്തിന് എതിരെ ആദ്യമായിട്ട് രാഹുൽ ഗാന്ധി ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ സോനത്തെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് തെറ്റാണെന്ന് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെയും അത്തരത്തിലുള്ളൊരു പ്രതികരണമൊന്നും ആരുടെയും ഭാഗത്തു നിന്നും നമ്മൾ കണ്ടിട്ടില്ല. അവധിക, കോൺഗ്രസിൻ്റെ തുടക്കം മുതലേയുള്ള നിലപാട് CJP പ്രതിഷേധത്തോട് മുഖം തിരിച്ച് നിൽക്കുക എന്നതാണ്. ഈ നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയൊക്കെ തന്നെ NSUയൊക്കെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ രാജ്യവ്യാപകമായി നടത്തുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഈ ഒരു CJP പ്രതിഷേധത്തോട് അകന്നു നിൽക്കുന്ന സമീപനമാണ് കോൺഗ്രസ് തുടക്കം മുതൽ സ്വീകരിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ CJP പ്രതിഷേധ വേദിയിലേക്ക് എത്തിയിരുന്നില്ല. പവൻ ഖേര നേരത്തെ ഈ ഒരു വേദിയിൽ എത്തിയിരുന്നു. ശശി തരൂർ ഉൾപ്പെടെയുള്ള ചില MP മാരും ഇത്തരത്തിൽ സോനം വാങ്ചുക്ക് നിരാഹാര സമരം ആരംഭിച്ചതിന് ശേഷം പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നും യാതൊരു തരത്തിലും ഇതിനെ അനുകൂലിച്ചുകൊണ്ടൊരു പ്രതികരണം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. രാഹുൽ ഗാന്ധി പ്രതിഷേധ സ്ഥലം സന്ദർശിക്കാൻ ഇതുവരെ തയ്യാറാകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം മാത്രമാണ് ഒരു പ്രതികരണം നടത്തിയത്. അതും സോനം വാങ്ചുക്കിനെ ബലം പ്രയോഗിച്ച് പോലീസ് പ്രതിഷേധ സ്ഥലത്തു നിന്നും കസ്റ്റഡിയിലെടുത്തപ്പോൾ മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. പക്ഷേ അതിന് മുൻപ് ഒരു തരത്തിലും ഈ CJP പ്രതിഷേധത്തെ അനുകൂലിക്കുന്ന നിലപാട് കോൺഗ്രസ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി സ്വീകരിച്ചിട്ടില്ല. അവന്തിക, ശരി, വിഷ്ണു തലവൂറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.